ഇപ്പോൾ താങ്കൾ ഇപ്പോൾ ഒരു നടപടി വന്ന കാര്യം സ്മൃതി സൂചിപ്പിച്ചല്ലോ. അതായത് സുജിത് ദാസിനെതിരെ അടിയന്തരമായൊരു നടപടി സ്വീകരിച്ചേ പറ്റൂ സർക്കാരിന്. കാരണം നമ്മുടെ പൊതുമണ്ഡലത്തിൽ താങ്കൾ പുറത്തേക്ക് വിട്ടിരിക്കുന്ന ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും അത് നടപടി ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ പരാതിക്കാരനാകട്ടെ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എം.ആർ. അജിത് കുമാറാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ആ ചുമതലയുള്ള പി ശശിയെ കണ്ടിരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അക്കാര്യത്തിലൊന്നും നടപടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അജിത്തിനെതിരായിട്ട് നടപടി ഉണ്ടാകണമെങ്കിൽ, എം.ആർ. അജിത് കുമാറിനെതിരായിട്ട് നടപടി ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പരാതി അദ്ദേഹത്തെ സംബന്ധിച്ച് കിട്ടേണ്ടതുണ്ട്. താങ്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കൊലക്കേസിൽ പ്രതിയാണ്, കൊലപാതകികളെ സംരക്ഷിക്കുന്നയാളാണ് എന്ന് മാത്രമല്ലല്ലോ, 2 കോടി രൂപ ഇടനില നിന്ന് വാങ്ങിച്ച് സംസ്ഥാനത്ത് ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തിയയാളെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടയാളാണ് എന്നും പറയുന്നു. യഥാർത്ഥത്തിൽ എനിക്കൊരു അക്കാഡമിക് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ഇനി ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുക? എം.ആർ. അജിത് കുമാറിനെതിരെ ഒരു പരാതി ഉണ്ടാവണം, എന്നാൽ മാത്രമേ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് സർക്കാരിന് നടപടിയെടുക്കാൻ കഴിയൂ. ഒരു വാർത്താ സമ്മേളനത്തിന് ഒരു പരാതിയുടെ സ്വഭാവമില്ല. അപ്പോൾ അങ്ങ് എങ്ങനെയാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ പോകുന്നത്? ഞാൻ ചോദിക്കുന്ന എം.ആർ. അജിത് കുമാറിനെതിരായിട്ടുള്ള അങ്ങയുടെ നീക്കം ഇനി എങ്ങനെയായിരിക്കും? ഉണ്ണി, എനിക്ക് നാളെ രാവിലെ ഈ എം.ആർ. അജിത് കുമാറിനെതിരെ നടപടിയെടുത്തോളാം എന്ന് യാതൊരു താല്പര്യമില്ല, ഒരു വാശിയില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ വെളിപ്പെടുത്താനുണ്ട്. ഞാൻ മാത്രമല്ല, വേറെ കുറേ ആളുകളും വരുന്നുണ്ട് വെളിപ്പെടുത്തലുമായിട്ട്. ആ കാര്യങ്ങളൊക്കെ അതിന് ശേഷം ഞാൻ തിരുവനന്തപുരത്തേക്കുള്ളൂ. ഇതെല്ലാം ഒന്ന് പുറത്ത് വന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ കാണുന്നുള്ളൂ, അന്നേ ഞാൻ പരാതി കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം അന്വേഷിച്ചിട്ട് നടപടി സ്വീകരിച്ചാൽ മതി. നമുക്കെന്താ ഇന്ന് രാവിലെ തന്നെ അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ എം.ആർ. അജിത് കുമാറിനെതിരെ നടപടി എടുക്കണമെന്നുള്ള ഒരു ധൃതിയും എന്നെ സംബന്ധിച്ചിട്ടില്ല. എം.ആർ. അജിത് കുമാറിനെ കുറിച്ച് നടപടിയെടുക്കുകയല്ല വേണ്ടത്. ഈ കേസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വിശ്വാസമുള്ള അടിവരെയാണ്, മുഖ്യമന്ത്രിക്ക് വിശ്വാസമുള്ള ഒരു സ്പെഷ്യൽ ടീമിനെ എക്സിക്യൂട്ട് ചെയ്ത് റിട്ടയർഡ് ഒരു ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ഇനിയിപ്പം ഞാൻ പറഞ്ഞതും ഇനി ഞാൻ പറയാൻ പോകുന്നതും എൻ്റെ കൂടെ വന്ന് പുറത്തുനിന്ന് പറയാൻ നിൽക്കുന്ന ആളുകളും ഈ കാര്യങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും. എന്നിട്ട് മുഖ്യമന്ത്രിയും പാർട്ടി അത് പഠിക്കട്ടെ, അതിലെ തെളിവുകൾ നോക്കട്ടെ, എന്നിട്ട് തീരുമാനമെടുക്കട്ടെ. എനിക്കൊരു ധൃതിയില്ല ഈ എം.ആർ. അജിത് കുമാറിൻ്റെ കാര്യത്തിൽ. ശരി, അപ്പോൾ പഴുതടച്ചിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് അണിയറയിൽ ആസൂത്രണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. താങ്കൾ മാത്രമല്ല, താങ്കളോടൊപ്പം ഒരു സംഘമുണ്ട്. അവരിൽ പലരും ഇനിയും പുറത്തു വരും, പല പുതിയ തെളിവുകളും ഹാജരാക്കും. അപ്പോൾ വരും ദിവസങ്ങളിലെല്ലാം ഈ പറയുന്ന, അതിനുശേഷമല്ലേ താങ്കൾ തിരുവനന്തപുരത്തേക്ക് വരുന്നുള്ളൂ, CM-നെ കാണുന്നുള്ളൂ എന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന ഒരു വലിയ പടയൊരുക്കത്തിന് തയ്യാറെടുക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ, അല്ലേ? ഇല്ല, ഞങ്ങൾ പടയൊരുക്കം തുടങ്ങിയിട്ട് 5-8 മാസമായി എൻ്റെ ഉണ്ണി, 5-8 മാസമായി. ഇതിൽ നമ്മൾ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ലീഗൽ സപ്പോർട്ടുണ്ട്. പോലീസിൽ നിന്ന് വലിയ നല്ലൊരു വിഭാഗം ഈ വിഷയങ്ങളിൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവർക്ക് മുമ്പ് ഇൻഫോം ചെയ്തിരുന്ന ആളുകളെ ഇവർ ഉദ്ദേശിച്ച രീതിയിൽ പിന്നീട് കിട്ടാത്തതിൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്ത് ജയിലിലാക്കിയിട്ടുണ്ട് സുജിത് ദാസ് പലരെയും. അവരുടെ ബന്ധുക്കൾ നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു വലിയ ചെയിനാണ്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് പെട്ടെന്നല്ല, ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കും. എന്നെ വന്ന് പലരും കാണുന്നുണ്ട്, നേരിട്ട് കാണാൻ പറ്റാത്ത പലരും മറ്റു വഴിയെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഡോക്യുമെൻസുകൾ കൊടുക്കുന്നുണ്ട്, വീഡിയോസ് തരുന്നുണ്ട്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കല്ലേ.